ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അരേലയുടെ ഈസി പ്രൊപ്പഗേഷൻ രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മുടെ വെരിഗേറ്റഡ് അരേലിയാണ്. ഇതൊക്കെ അരേലയുടെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ഒരു അരേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അതിന് ശേഷം നമുക്ക് പ്രൊപ്പഗേഷൻ രീതി കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ്. നമുക്ക് അധികം ഭയങ്കരമായിട്ടുള്ള കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേര് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല പടർന്നു പോകുന്നൊരു ടൈപ്പാണ്. ഹാങ്ങിങ്ങിലൊക്കെ വെക്കാനൊക്കെ വെച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് ഗോൾഡൻ അരേലിയ. ഇതൊക്കെ ഇത്തിരി പൊക്കം വെച്ച് പോകുന്ന ടൈപ്പ് അരേലിയാണ്. ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ നോക്കാം. ഈ ഒരു അരേലിയ ചെടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊണ്ടിരുന്നാൽ നമുക്ക് ഇതേപോലെ കുറേ അധികം തൈകളുണ്ടാവും. ഇതിൻ്റെ തണ്ടിൻ്റെ ഏത് ഭാഗം നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ വേരുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെ തന്നെ നമുക്ക് വേര് കാണാം. ഇതുപോലെ ഒരു ചെറിയൊരു കമ്പ് മതിയാവും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട്. വളരെ ചെറിയൊരു കമ്പ് മതി. ഇതിൻ്റെ ഈ ഒരു ഇല വെച്ചിട്ട് വരെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ വേര് വന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഒരു പ്രൊപ്പഗേഷനൊന്നും ഈ ഒരു അരേലിയയുടെ പ്രൊപ്പഗേഷൻ ഞാൻ യൂട്യൂബിൽ അത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഗോൾഡൻ അരേലിയയുടെ ഇതുപോലത്തെ ഇളം തണ്ടുകൾ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. മൂത്ത തണ്ടുകൾ കിളിർപ്പിക്കുന്നതിനെക്കാട്ടിലും ഇളം തണ്ടുകൾ എന്തായാലും സക്സസ് ആയിരിക്കും. ഇത് നമ്മൾ പ്രൂൺ ചെയ്താൽ കിട്ടുന്ന ഈ ഒരു കമ്പുകൾ വെച്ചിട്ട് നമുക്ക് വെറുതെ എവിടെയെങ്കിലും നനവുള്ള എവിടെയെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അത് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്കൊരു പോട്ട് മിക്സിൽ നടുകയാണെങ്കിൽ നല്ലൊരു ചെടിയായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും. 2 മാസത്തിനുള്ളിൽ തന്നെ ചെറിയൊരു പ്ലാന്റ് നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു തൂമ്പും ഭാഗം മതിയാവും നമുക്ക് ഇത് ഞാനിപ്പോൾ അതുപോലെ ചെയ്തിട്ട് 8 മാസത്തെ വളർച്ച കൊണ്ടുണ്ടായൊരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു വെരിഗേറ്റഡ് അരേലിയാണ്. ഇതും അതുപോലെ തന്നെ ഇളയ തണ്ടുകൾ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ പ്രൂൺ ചെയ്താൽ കിട്ടുന്ന ഈ ഒരു തണ്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും ചെടിച്ചട്ടി തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരൊറ്റ ഷൂട്ടിൽ നിന്നുള്ള ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ വേറെ ചട്ടിയിൽ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കുത്തി വെച്ച് കൊടുത്തതാണ്. അതൊക്കെ വേര് പിടിച്ചത് കാണുന്നത്. ഇതൊരു ലീഫിൽ നിന്ന് വേര് വന്നിട്ടുള്ളതാണ് കാണുന്നത്. ഇതതുപോലെ തന്നെ ഒരു മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുനിന്ന് വേര് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ചെടി ഇളം വെയിലത്തും നല്ല വെയിലത്തും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. നല്ല വെയിൽ കിട്ടുമ്പോഴാണ് ഈ ഒരു ഗോൾഡൻ കളറൊക്കെ ലേക്കൊക്കെ ഈ ഒരു പ്ലാന്റ് മാറുന്നത്. പിന്നെ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ നട്ടുച്ച വെയിലൊന്നും കൊള്ളാതിരിക്കാനും വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അന്നേരം ചിലപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. ഇതിൻ്റെ ഇളം തണ്ടുകൾ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് വേര് പിടിപ്പിക്കാം. ഇതിന് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഉള്ളിത്തോലി വെളുത്തുള്ളിത്തോലി അങ്ങനെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് പൊളിപ്പിച്ചിട്ട് അതിൻ്റെ 4-5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്കിതിന് വളമായിട്ട് ചേർക്കാവുന്നതാണ്. ചാണകപ്പൊടി തന്നെ ഇതിന് ധാരാളമാണ്. അധികമായിട്ടുള്ള വളപ്രയോഗം ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചെടി കൂടിയാണിത്. ഇതുപോലത്തെ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് എന്തായാലും എവിടെ നിന്നെങ്കിലും ഒരു കമ്പെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഇതൊന്ന് നട്ടു നോക്കുക. ഇടയ്ക്കിടെ ഇതിൻ്റെ തലപ്പ് ഭാഗം ചെറുതായിട്ടെങ്കിലും ഒന്ന് നുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പ്ലാന്റ് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. പ്രോണിങ് ഇല്ലാണ്ട് ഇരുന്നതിനാൽ പ്ലാന്റ് കാണാൻ അത്ര രസം ഉണ്ടാവില്ല. നീളമായിട്ട് ഇങ്ങനെ പോയിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടി മിക്സാണ് ഈ ഒരു ചെടിക്ക് നല്ലത്. ദിവസം കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് മണലും ചേർന്ന പോട്ടി മിക്സിലൊക്കെ ഈ ഒരു ചെടി നട്ടാൽ മതിയാവും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ 1K വ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ഓർഡേഴ്സൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്